ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ന്യൂവസ്റ്റ് എപ്പിസോഡ് ഓഫ് സ്റ്റുഡിയോ. അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ലുക്ക് എപ്പടി ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നാണ് ഇന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോണത്. അതായത് ഈ ഒരു ഓണത്തിന് സാരിയിൽ ഒരു കിട്ടില്ലൻ മേക്കപ്പ് ലുക്ക് കേട്ടോ. ഇതങ്ങനെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് വെച്ചിട്ടാണെന്നോ അല്ലെങ്കിൽ ഹൈപ്പിലുള്ള പ്രൊഡക്ട്സ് വെച്ചിട്ടാണെന്നോ അല്ലെങ്കിൽ ചീപ്പസ്റ്റ് പ്രൊഡക്ട്സ് വെച്ചിട്ടാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ കയ്യിലുള്ള പ്രൊഡക്ട്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ആൻഡ് സിമ്പിൾ ആണ്. സാരി നല്ല കിഡിലനായിട്ട് ഒരുങ്ങാം ഗൈസ്. നല്ല സെലിബ്രിറ്റീസ് ഒക്കെ ഒരുങ്ങുന്ന കണ്ടിട്ടില്ല, അതായത് ഏഷ്യാനെറ്റിൽ ഫ്ലവേഴ്സിലൊക്കെ വരുന്ന പരിപാടിയിലൊക്കെ കണ്ടിട്ടില്ലേ സെലിബ്രിറ്റീസ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ മേക്കപ്പ് ലുക്കിൽ വരുന്ന, അതും സാരിയിൽ. ആ ഒരു ലുക്കാണ് ഇന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോണത്. സോ ലെറ്റ്സ് ഗോ. ഫസ്റ്റ് തന്നെ സ്കിൻ പ്രിപ്പയർ ചെയ്യുക. എപ്പോഴും ഞാൻ പറയുന്നതാണ്, സ്കിൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വേണം മേക്കപ്പിലോട്ട് കടക്കാൻ വേണ്ടിയിട്ട്. കാരണം സ്കിൻ കെയർ മസ്റ്റ് ആണ് ഗൈസ് മേക്കപ്പിൽ. സോ ഞാൻ നന്നായിട്ട് ഫേസ് ക്ലെൻസ് ചെയ്ത് വന്നതിന് ശേഷം സൺസ്ക്രീൻ ആഡ് ചെയ്ത് കൊടുത്തു. സൺസ്ക്രീൻ ഇവിടെ ഇട്ടിട്ടുള്ളത് UV ഹോൾഡിന്റെ ജെൽ സൺസ്ക്രീൻ ആണ്. ഇതാവുമ്പം അങ്ങനെ വൈറ്റ് കാസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. വൈറ്റ് കാസ്റ്റ് ഇല്ലാത്ത ഏത് സൺസ്ക്രീൻ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കാരണം ഈ ഒരു ചൂടത്ത് വൈറ്റ് കാസ്റ്റ് ഉള്ള സൺസ്ക്രീൻ ആണ് ഇട്ട് പോണെന്നുണ്ടെങ്കിൽ ഫുൾ ഒലിച്ചങ്ങ് പോകും ഗൈസ് മേക്കപ്പ്. സോ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, എത്രയും നേരത്തെ കഷ്ടപ്പാടൊക്കെ വെറുതെ ആവും. സോ ഏതെങ്കിലും ജെൽ സൺസ്ക്രീൻ ഓർ നോ വൈറ്റ് കാസ്റ്റ് സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് F2ന്റെ സൺസ്ക്രീൻ അടിപൊളിയാണ്. പിന്നെ UV ഡോക്സ് അടിപൊളിയാണ്. പിന്നെ ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ള UV ഹോൾഡ് അടിപൊളിയാണ്. സോ അതാണ് നമ്മുടെ മെയിൻ പരിപാടി പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ആയിട്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. നോ പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടില്ല, കാരണം ജെൽ സൺസ്ക്രീൻ ആണ് ബേസ് ആയിട്ട് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ നല്ല ഫ്ലോ ആയിട്ട് അങ്ങ് പോയിക്കോളൂ കേട്ടോ. ആൻഡ് മാക്കിന്റെ ഫൗണ്ടേഷൻ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അടിപൊളി ഫൗണ്ടേഷൻ ആണ് ഗൈസ്. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോക്കകത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇന്നേ വരെ യൂസ് ചെയ്തിട്ടുള്ള ഫൗണ്ടേഷനിൽ ഏറ്റവും ബെസ്റ്റ് ഫൗണ്ടേഷൻ ആണിത്. ഞാൻ ഇനി മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്കിന്റെ ഈ ഒരു ലിക്വിഡ് ഫൗണ്ടേഷൻ തന്നെ മേടിക്കുള്ളൂ കേട്ടോ. അതും എൻ്റെ കറക്റ്റ് ഷെയ്ഡ് തന്നെ കിട്ടി. പിന്നെ ഞാൻ ഐബ്രോ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഐബ്രോ പെൻസിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. നല്ല ഷാർപ്പൻ ചെയ്തിട്ട് ഐബ്രോ അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കുക ഗൈസ്. നല്ല ഐബ്രോ ജെല്ലൊക്കെ വെച്ച് ടാറ്റു ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഐബ്രോ എങ്ങനെ ഇരിക്കും അതുപോലെ തന്നെ ഇരിക്കും. ഐബ്രോ പെൻസിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് നന്നായിട്ട് ഷാർപ്പൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ലുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഐബ്രോ പെൻസിൽ മാത്രം വെച്ചോണ്ട്. സോ നെക്സ്റ്റ് ആയിട്ട് എന്നാ വണ്ണുവേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഫൗണ്ടേഷൻ ഇടുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കഴുത്തിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ, അല്ലാന്നുണ്ടെങ്കിൽ ഇത് മനസ്സിലാവും. ഓക്കെ, മേക്കപ്പ് ആണ് പൊട്ടിയാണെന്ന് വേഗം തന്നെ മനസ്സിലാവും. ആൻഡ് നെക്സ്റ്റ് ആയിട്ട് ഐ മേക്കപ്പിലേക്ക് കിടക്കാം കേട്ടോ. ഐ മേക്കപ്പ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് ഐ ലൈനർ യൂസ് ചെയ്യുന്നില്ല. ഐ ലൈനറോ അല്ലെങ്കിൽ ഐലൈനർ പെന്നോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. കാജളോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യാൻ പോണേന്ന്. ഫസ്റ്റ് തന്നെ ദാണ്ട് ഇങ്ങനത്തെ ഒരു ലൈറ്റ് ബ്രൈറ്റ് കളർ എടുത്തിട്ട് ഐ കോർണറിൽ ജസ്റ്റ് മുകളിൽ മാത്രമായിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ. ജസ്റ്റ് ആ ഒരു കോർണറിന്റെ ആ സൈഡ് ഉണ്ടല്ലോ, അവിടെ മാത്രം, അതായത് കംപ്ലീറ്റ് ഐലിഡിന്റെ കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്യുന്നില്ല. ആ ഒരു കോർണറിൽ മാത്രമായിട്ട് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്ത്, എന്നിട്ട് ബാക്കി കോർണറിൽ വേറൊരു ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതാകുമ്പോൾ നല്ല കോൺട്രാസ്റ്റിംഗ് ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഈ ഒരു ലുക്കിനെ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടും അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. കോർണറിൽ ഞാൻ എന്നിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഒരു റെഡ് ആണ് കേട്ടോ. അതായത് ഒരു ഒരു എന്താ പറയുക, ഡാർക്ക് റെഡ്. അതായത് നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കോർണറിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ലൈറ്റ് ബ്ലൂ ആണ്. ഈ സാരിയുടെ ബ്ലൗസിന്റെ അതേ ബ്ലൂ അല്ല കേട്ടോ. അതിന്റെ കോൺട്രാസ്റ്റിംഗ് കളറോ അല്ലെങ്കിൽ അതുമായിട്ട് ജസ്റ്റ് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കളർ വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എൻഡ് പോർഷനിൽ കൊണ്ടുപോയിട്ട് ഡാർക്ക് റെഡ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് താഴെ എന്ത് ചെയ്തു, ആ ഒരു ജസ്റ്റ് എന്താ പറയുക, ആ റെഡിന്റെ ജസ്റ്റ് ഒരു പിഞ്ച് ആ ബ്രഷിൽ ഉണ്ടായിരുന്നു. അതെടുത്തിട്ട് ഞാൻ താഴത്തെ കോർണറിൽ, താഴത്തെ ഐലിഡ് ഉണ്ടല്ലോ നമ്മൾ കാജലൊക്കെ അപ്ലൈ ചെയ്യുന്നത്, അവിടെ ജസ്റ്റ് അതൊന്ന് എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത്, അറ്റ് ദ സെയിം ടൈം ഞാൻ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് അവിടെ ഒന്ന് ഒരു സ്മോക്കി ഫിനിഷ് പോലെ കൊടുത്തു കേട്ടോ. ഐ ലൈനർ യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്, ഐ ലൈനർ യൂസ് ചെയ്തിട്ടില്ല ഈ ഒരു ലുക്കിൽ. കാരണം ഐ ലൈനർ ഇത്രയും ഒരു ലുക്ക്, ഇങ്ങനത്തെ ഒരു ലുക്കിന്റെ കൂടെ ഐ ലൈനർ കൂടി ആകുമ്പോൾ അത് ജസ്റ്റ് സ്മഡ്ജ് ചെയ്ത് ഓവർ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉള്ള പോലെ ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാനത് അങ്ങനെ അപ്ലൈ ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ട് ഞാൻ ഐബ്രോ പെൻസിലുകൊണ്ട് കാജൽ അപ്ലൈ ചെയ്ത് കൊടുത്തപ്പം ജസ്റ്റ് അതൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ പറയുക, നമ്മൾ എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെ തേരാപാര നടക്കുന്ന സമയത്ത് ഇതങ്ങ് സ്മഡ്ജ് ആയിട്ടുണ്ടെങ്കിൽ ആകെ ബോറായിരിക്കും. അതുകൊണ്ട് ഇവിടെ തന്നെ സ്മഡ്ജ് ചെയ്തിട്ട് നല്ല വൃത്തിക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് ബ്ലഷ് ആണ്. ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള ഒരു പൊട്ടത്തരാണ് ഇത്. എന്താണെന്നറിയാവോ, ബ്ലഷ് ഇടാണ്ടിരിക്കുക. ബ്ലഷ് ഇടാണ്ട് ഒരിക്കലും ഒരു മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ചെയ്യരുത് ഗൈസ്. കംപ്ലീറ്റ് ആവില്ല. കാരണം ബ്ലഷ് ആണ് ഒരു ലുക്കിന് ഏറ്റവും കൂടുതൽ ഹൈപ്പ് കൊടുക്കുന്നത്. ഞാനത് തിരിച്ചറിയാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ബ്ലഷ് ആണ്
ഏറ്റവും മസ്റ്റ്. ഞാൻ കവിളത്ത്, മൂക്കിൽ, സിന്തിൽ, നെറ്റിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഓവറായിട്ട് തന്നെ കേട്ടോ. എന്തൊക്കെ കുറഞ്ഞാലും ബ്ലഷ് കുറച്ച് ഓവറായിട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ. ആൻഡ് പിന്നെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. പുരികത്തിന്റെ അവിടെ, മൂക്കിന്റെ പാലം, പിന്നെ എവിടെയാണ് കവിളിന്റെ എല്ല്, അവിടെ ഇവിടെ എല്ലൊക്കെ ഉള്ളിടത്തൊക്കെ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ലൈറ്റ് ആയിട്ട് കേട്ടോ, ഓവർ ആവരുത്. ഓവർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈലൈറ്റ് പെട്ടെന്ന് മനസ്സിലാവാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ലിപ്സ്റ്റിക്, റെഡ് ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തു. ആൻഡ് ദാണ്ട് ഇനി നമുക്ക് ഹെയർ സെറ്റ് ചെയ്തെടുക്കണം. ഇനി ഹെയർ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു ലുക്കാണ്, അതായത് ഫ്ലാറ്റ് ഹെയർ ലുക്ക്. ഇതിന്റെ ഷോർട്സ് ഓൾറെഡി ഷെയർ ചെയ്തിട്ടുള്ളതാണ്, കുറെ പേര് വീഡിയോ കണ്ടിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പോയി കാണാം. അടിപൊളിയാണ് കേട്ടോ, നല്ല നീറ്റായിട്ട് കംഫർട്ടായിട്ട് ഹെയർ അങ്ങ് കിടന്നോളും ഗൈസ്. കാരണം ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ബൈക്കിലോ സ്കൂട്ടിയിലോ ചീറിപ്പാഞ്ഞ് പോവാണ്, ഹെൽമെറ്റ് വെച്ചാൽ പോലും ഈ ഒരു ഹെയർ ലുക്ക് എന്താ പറയുക, പാറി പറഞ്ഞ് അങ്ങനെ ബോറായിട്ട് പോകത്തില്ല. ഇതുപോലെ ഫിനിഷ് ആയിട്ട് കിടന്നോളൂ. അപ്പോൾ ആ ഒരു ഹെയർ ലുക്ക് നിങ്ങൾ മസ്റ്റ് ആയിട്ട് കണ്ടിരിക്കേണ്ടതാണ്, ഒരിക്കലും മിസ് ഔട്ട് ആക്കരുത്. ആൻഡ് അടിപൊളിയാണ്. പിന്നെ ജാസ്മിൻ വെച്ചുകൊടുത്തു, മുല്ലപ്പ് വെച്ചുകൊടുത്തു. ആൻഡ് ഇയർ റിങ്, നെക്ലേസ് ഇട്ടിട്ടില്ല കാരണം സാരിയുടെ ആ ഒരു ലേസ് ഉണ്ടല്ലോ, ബോർഡർ അവിടെ അങ്ങ് നെക്ക് കയറി പോയിട്ടുണ്ട്. അതുകൊണ്ട് നെക്ലേസ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും എന്ന് എനിക്ക് തോന്നി. ആൻഡ് മുല്ലപ്പൂ സെറ്റ് ചെയ്തിട്ടുള്ള ജസ്റ്റ് അവിടെ അങ്ങനെ എന്താ പറയുക, ഒരു ബൗ പോലെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ലോ പോണിറ്റയിൽ ഇട്ടിട്ട് അവിടെ ബൗ പോലെ സെറ്റ് ചെയ്ത് കൊടുത്തേക്കാണ് കേട്ടോ. ആൻഡ് ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. അപ്പൊ ഈ ഒരു ഓണത്തിന് ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. സാരി ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ബെസ്റ്റ് ആയിരിക്കും, വൺ ഓഫ് ദി ബെസ്റ്റ് അല്ല മോസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് ആയിരിക്കും. സോ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കും.